കേരളത്തിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിൽ നിർണായക അറസ്റ്റുമായി കൊച്ചി സൈബർ പോലീസ്. കൊച്ചി സ്വദേശിക്ക് 25 കോടി രൂപ നഷ്ടമായതിൽ കോഴിക്കോട് സ്വദേശികളായ 3 പേർ സൈബർ പോലീസിന്റെ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്ന് 100ഓളം പാസ്ബുക്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പ് 25 കോടിയാണ് എറണാകുളം സ്വദേശിയിൽ നിന്ന് സൈബർ കൊള്ളക്കാർ കവർന്നെടുത്തത്. പണം എങ്ങോട്ട് പോയി എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനിടയിലാണ് 3 കോഴിക്കോട് സ്വദേശികൾ പിടിയിലായത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു ഫ്ളാറ്റിലായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. ഇവരുടെ വേരുകൾ വിദേശത്തേക്ക് ആഴ്ന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഷെയർ ട്രേഡ് തട്ടിപ്പിലൂടെ 25 കോടിയാണ് കടവന്ത്ര സ്വദേശിക്ക് നഷ്ടമായത്. ക്യാപിറ്റലിക്സ് എന്ന ദുരൂഹ സൈറ്റ് വഴിയായിരുന്നു തട്ടിപ്പ്. പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിലടക്കം പരിശോധന നടത്തി. കൊല്ലം സ്വദേശിയായ സുജിതയെ ആദ്യം അറസ്റ്റ് ചെയ്തു. പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരെ പിടികൂടിയത്. $50 മൊബൈൽ ഫോണുകൾ, 200 സിം കാർഡുകൾ, 100ഓളം പാസ്ബുക്കുകൾ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തി. തട്ടിപ്പ് തുക വിദേശത്തേക്ക് കടത്തിയതായാണ് സംശയം. ഒരു റഹീസ്, ഒരു അൻസാർ, ഒരു അനീസ് എന്നയാളാണ്. അവരുടെ കയ്യിൽ ഏകദേശം ഒരു 40ഓളം മൊബൈൽ ഫോണുകൾ, ഒരു 200ഓളം സിം കാർഡുകൾ, 100-നേക്കാളധികം ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പല സൈബർ കുറ്റകൃത്യത്തിൽ ഇവർ പങ്കുണ്ട് എന്നതാണ് മനസ്സിലായത്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എറണാകുളം മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റ് വഴി 2,88,00,000 രൂപ തട്ടിയ കേസിലും 2 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.